ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മൗനരാഗത്തില് രാഹുലിനെ പിടികൂടിയിരിക്കുകയാണ്. അങ്ങനെ രാഹുലിനെ എല്ലാവരും ചേർന്ന് കാടിന്റെ ഉൾഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. വേലുവാണ് എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ വേലു പറയുന്നുണ്ട്, ഇവിടെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിരവധി ചെന്നായ്ക്കളും കുറുനരിയും ഒക്കെ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ ഇനി ബാക്കി കിട്ടില്ല കിരൺ സാറ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം എന്ന് ഈ പറയുന്ന കിരണും അതുപോലെ രതീഷും തീരുമാനിക്കുകയാണ്. കിരൺ കല്യാണിയെ കുത്തിയതൊക്കെ ഓർത്തിട്ടും അതുപോലെ തന്നെ തന്റെ അച്ഛനോടും അമ്മയോടും ചെയ്ത ക്രൂരതകളും എല്ലാം ആ സമയത്ത് കണക്ക് പറഞ്ഞു ഓരോ ഇടിയും കൊടുക്കുകയാണ് എല്ലാത്തിനും ചേർന്നിട്ട്. ഒടുവിൽ രാഹുൽ പറയുന്നുണ്ട്, മോനെ, നീ എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോകല്ലേ, നീ എന്നെ എന്നാ കൊന്നു കളഞ്ഞോ, ആ പുഴയിൽ മുക്കിയിട്ടോ അല്ലെങ്കിൽ തല്ലിച്ചതച്ചോ, എങ്ങനെ വേണമെങ്കിലും നീ എന്നെ കൊന്നോ, പക്ഷേ മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കല്ലേ മോനെ എന്ന് പറയുകയാണ്. അപ്പോ ആ സമയത്ത് നമ്മുടെ കിരൺ പറയുന്നുണ്ട്, അത് ശരി, അപ്പൊ നിന്റെ ഭയം അതാണല്ലേ, മൃഗങ്ങൾക്ക് നിന്നെ ഇട്ടുകൊടുക്കാൻ പാടില്ല, അപ്പൊ എന്തായാലും ഇട്ടുകൊടുക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞിട്ട് അവനെ മൃഗങ്ങൾക്ക് അവിടെ എങ്ങനെ കൈയും കാലും ഒക്കെ കൂട്ടിക്കെട്ടുകയാണ്. അതുപോലെ തന്നെ കൈ പുറകിലേക്ക് വെച്ച് കെട്ടുകയും കാല് രണ്ടും കെട്ടുകയും പിന്നെ വായില് വലിയൊരു തുണി തിരുകുകയും ചെയ്യുകയാണ്. എന്നിട്ട് ആ കാട്ടില് ഉപേക്ഷിച്ചിട്ട് പോവാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ നല്ല രാത്രിയായി, കൂരാക്കൂര് ഇരുട്ടായി. ആ സമയത്ത് തന്നെ അതുവരെ അവരവിടെ നിന്നതിന് ശേഷം രാഹുലിനെ ആ കാട്ടിൽ ഉപേക്ഷിച്ച് അവർ 3 പേര് അവിടെ നിന്നും പോരുകയാണ്. അങ്ങനെ അതിനുശേഷം ഈ പറയുന്ന നമ്മുടെ വേലു അവനെ നിരീക്ഷിക്കുന്നുണ്ടായിരിക്കും. എന്തായാലും വേലു അവനെ കുറുനരിയും അതുപോലെ ചെന്നായ്ക്കളും കടിച്ചു കീറി എന്ന ഒരു വാർത്ത, ഒരു സന്തോഷ വാർത്ത നമ്മുടെ വേലു അറിയിക്കുകയാണ് കിരണിനെ. എന്തായാലും കല്യാണിക്ക് ബോധം തെളിയുകയാണ്. കല്യാണി കണ്ണു തുറന്ന് കിരണിനെ കാണുന്നുണ്ട്. അങ്ങനെ കിരൺ അതൊരു ആശ്വാസമാവുകയാണ്. അപ്പോ കിരൺ കല്യാണിയോട് പറയുകയാണ്, നിന്നെ കൊല്ലാൻ നോക്കിയ ആസുരൻ, അവന്റെ കഥ ഞാൻ കഴിച്ചു. അവനെ തല്ലിച്ചതച്ച് കെട്ടിയിട്ടിട്ട് കാട്ടിൽ ഉപേക്ഷിച്ചു. അവിടെ വെച്ചിട്ട് അവനെ കുറുനരിയും ചെന്നായൊക്കെ കടിച്ചു കീറിയ വാർത്തയാണ് എന്നോട് വേലു പറഞ്ഞത്. അവനെ ഇനി ആർക്കും കാണാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുന്ന കല്യാണിക്ക് ചെറിയൊരു ആശ്വാസമാകുന്നുണ്ട്. എന്തായാലും അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശന് കാര്യങ്ങളൊക്കെ മണത്തറിയുന്നുണ്ട്. പ്രകാശൻ കാർത്തികയോട് കുത്തി ചോദിക്കുന്നുണ്ട്, എന്താ എൻ്റെ മോൾക്ക് പറ്റിയത്, എന്താ കല്യാണി വിളിക്കാത്തത്, അവൾ എപ്പോഴും എന്നെ വിളിച്ച് അന്വേഷിക്കുന്നതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഒടുവിൽ അവർക്ക് ആ ഒരു സത്യം പറയേണ്ടി വരികയാണ്. കല്യാണി ഇങ്ങനെ ബഗാസുരന്റെ കുത്തേറ്റ് ആശുപത്രിയിലാണെന്ന് സത്യം പറയുന്ന അതോടുകൂടി പ്രകാശന് സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും പ്രകാശൻ കല്യാണിയെ കാണാൻ വേണ്ടി വരികയാണ്. കല്യാണി അങ്ങനെ ഐസിയുയിൽ കിടക്കുന്ന കാഴ്ച, ഹൃദയം പൊട്ടുന്ന ആ ഒരു നോട്ടം അവൻ അങ്ങനെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ കിരൺ അച്ഛൻ്റെയും അമ്മയുടെയും അരികിലേക്ക് ചെല്ലുകയാണ്. അതായത് ഇപ്പോൾ സരയും അതുപോലെ ഇവളും അവിടെയുണ്ട്, സരയും ഉണ്ട്, അതുപോലെ ശാരി അവിടെയുണ്ട് കേട്ടോ. അപ്പൊ അവിടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് കാര്യങ്ങളെല്ലാം തന്നെ കിരൺ അവരോട് പറയുന്നുണ്ട്, കല്യാണിയെ കൊല്ലാൻ ശ്രമിച്ചത്, കത്തികൊണ്ട് കുത്തിയത് രാഹുലാണെന്നും അതുപോലെ തന്നെ അവനെ ഞാൻ തല്ലി ചതച്ച് കാടിനുള്ളിലാക്കി അവന്റെ മൃഗങ്ങൾ അവനെ ഭക്ഷണമാക്കിയ കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്തായാലും അവന്റെ ബോഡി കിട്ടും. ബോഡി എന്തായാലും ഫോറസ്റ്റുകാരൊക്കെ അരിച്ചു പറക്കി അങ്ങനെ അവനെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ആംബുലൻസിൽ കൊണ്ടുവരികയാണ്. ഈ വാർത്ത സരയുവും അതുപോലെ തന്നെ ശാരിയും ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് ആ ഒരു ആംബുലൻസ് വരുന്നത് കാണുന്നത്. അപ്പോൾ അവിടെ കിരണുണ്ട്, അതുപോലെ രൂപയുണ്ട്, ചന്ദ്രസേനനുണ്ട്. അപ്പൊ കിരൺ പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും ചെല്ല്, എന്തായാലും നിങ്ങൾക്കുള്ള സമ്മാനമാണ് അതിൽ ഉള്ളത് എന്നിങ്ങനെ പറയുന്ന സമയത്ത് സരയുവിനറിയാം. അങ്ങനെ പറയണ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി, എന്തോ ഇവൻ എൻ്റെ അച്ഛനെ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ പതുക്കെ അവര് ആംബുലൻസിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. രൂപയൊക്കെ സരയുവിനെ ഇങ്ങനെ കണ്ണു തുറപ്പിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ആ അച്ഛന്റെ ബോഡി കണ്ട് അവള് പൊട്ടിക്കരയുകയാണ്. എത്രയായാലും അവളുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹം ആ നേരത്ത് പുറത്തു വരികയാണ്. എന്തായാലും തന്റെ അച്ഛനോടുള്ള സ്നേഹം മറ്റോരും തിരിച്ചറിയുന്നുണ്ട്. കിരണൊക്കെ തിരിച്ചറിയുകയാണ്. ഇത്രയും ദിവസം ഇവൾ അച്ഛനോട് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിലും
ഈ പറയുന്ന ഇനി സരയുവിൻ്റെ കള്ളത്തരമാണ് പുറത്തു കൊണ്ടുവരാനുള്ളത്. ബാക്കി എല്ലാതും ഗംഗപ്രസാദിനെ കൊണ്ടുള്ള ഉപദ്രവം അത് അവസാനിച്ചു. ഇപ്പൊ ഇനി രാഹുലിനെ കൊണ്ടുള്ള ഉപദ്രവം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഒരേ ഒരു ശത്രു എന്ന് പറയുന്നത് നമ്മുടെ വിക്രമാണ്. വിക്രം എന്നാണോ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതും പകയോടും വിദേശത്തോടും പുറത്തിറങ്ങുന്നത്, അങ്ങനെ എന്തെങ്കിലും പെങ്ങന്മാരെയും അതുപോലെ മറ്റുള്ളവരെയും എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഇത് തന്നെയാണ് വിക്രത്തിന്റെയും അവസ്ഥ ഉണ്ടാകുന്നത്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ വിക്രവും ഇതുപോലെ തന്നെ രാഹുൽ തിരികെ വരുന്നില്ല ജയിലിലോട്ട്. അപ്പൊ ആ ഒരു കാര്യം അവർ മനസ്സിലാക്കുകയാണ്. ഇങ്ങനെ ഈ രാഹുലും തീർന്ന കാര്യമൊക്കെ ന്യൂസിലൂടെയൊക്കെ അറിഞ്ഞ് അങ്ങനെ അവരും കാര്യങ്ങൾ അറിയുകയാണ്. അപ്പോൾ അത് നമ്മുടെ മനോഹരന് ഒരു നല്ലൊരു സന്തോഷമാകുന്നുണ്ട്. അതേ സമയത്ത് ഈ പറയുന്ന വിക്രത്തിന് മാത്രമാണ് വിഷമാകുന്നത്. പിന്നെ സരയുവിൻ്റെ മനസ്സിലിരിപ്പ്, സരയു തൻ്റെ അച്ഛനെ കൊന്ന പ്രതികാരവും കൂടിയിട്ട് അവളുടെ മനസ്സിലിട്ടിട്ട് അവൾ വീണ്ടും അപകടകരമായ നീക്കങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കണ കാണുമ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ താര തുറന്ന് പറയുകയാണ്. താര പറയുന്നുണ്ട്, തൻ്റെ മകളെ ഇങ്ങനെ അപകടത്തിലേക്ക് വിട്ടിട്ട് കാര്യമില്ല, തൻ്റെ മകൾ ഇതുമില്ല ഇതിൻ്റെ അപ്പുറവും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ അവളെ അടക്കി നിർത്തേണ്ടത് താൻ തന്നെയാണെന്ന് മനസ്സിലാക്കി കിരണിനോടും അതുപോലെ രൂപയോടൊക്കെ സത്യങ്ങൾ പറയുകയാണ്. അവളുടെ അച്ഛൻ്റെ ഒപ്പം അവളെ കൊല്ലാൻ വേണ്ടിയിട്ട്, കല്യാണിയെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിന്ന് സരയു തന്നെയാണ്. സരയുവിൻ്റെ മനസ്സിൽ കിരണിനെ ഭർത്താവായി കിട്ടണമെന്നും കുഞ്ഞിനെ അച്ഛനായി വരണമെന്നൊക്കെ തന്നെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയണോടുകൂടി ഇത്രയും നാളും ഒരു വിഷപ്പാമ്പിനെയാണ് പാലൂട്ടി വളർത്തിയതെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവൾക്കുള്ള തിരിച്ചടിയും കൊടുക്കുകയാണ്. അവളെ നല്ല രീതിയിൽ തല്ലി ഇറക്കുന്നുണ്ട് ആ വീട്ടിൽ നിന്നും. അതുപോലെ തന്നെ കുഞ്ഞിനെ കൊടുക്കുന്നില്ല. കുഞ്ഞിനെ നിന്റെ കൂടെ വളർന്നു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ സ്വഭാവം നിന്റെ പോലെ ആയിരിക്കും, നീ ഒരിക്കലും മാറത്തില്ലടി, നിനക്ക് ഭ്രാന്ത് വന്ന് നീ ഇവിടെ കിടന്ന് നെട്ടോട്ടം ഓടിയപ്പോൾ നിന്നെ കൊണ്ട് ആശുപത്രിയിലാക്കി നിന്റെ ഭ്രാന്ത് മാറ്റി നിനക്ക് നല്ലൊരു ജീവിതം തന്നു, നിനക്ക് നിന്റെ അമ്മയ്ക്കും നിന്റെ കുഞ്ഞിനൊക്കെ സംരക്ഷണങ്ങൾ തന്നു, എന്നിട്ടും നിനക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും പിന്നെ നീ ഇനി നന്നാവാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സരയുവിനെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് അങ്ങനെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയാണ്. അങ്ങനെ അവള് തെരുവിലായി പോകുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ ഇനി കല്യാണിയോട് യാതൊരു തരത്തിലുള്ള സഹതാപവും സരയുവിനോട് വേണ്ട എന്ന് കർശനമായിട്ട് തന്നെ കിരൺ പറയുകയാണ്. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന വിക്രം പുറത്തിറങ്ങുന്നുണ്ട്. വിക്രം പുറത്തിറങ്ങിയ വിക്രത്തിനെ തൻ്റെ മകനെ, താൻ വളർത്തി വഷളാക്കിയ തൻ്റെ മകനെ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് പ്രകാശം നിൽക്കുന്നത്. അങ്ങനെ ഇതുപോലെ തന്നെ വിക്രത്തിൻ്റെയും അപകടപ്പെടുത്താൻ, കല്യാണിയെയും കാർത്തികയൊക്കെ അപകടപ്പെടുത്താൻ നോക്കുന്ന വിക്രത്തിനെ തല്ലിച്ചതയ്ക്കുക തന്നെയാണ് കിരണൊക്കെ ചേർന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രകാശം പറയുന്നുണ്ട്, അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ അന്ത്യം എൻ്റെ കൈകൊണ്ടായിരിക്കണം, അതെൻ്റെ ഒരു ആഗ്രഹമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എല്ലാ ശത്രുക്കളെയും അടിച്ചമർത്തുകയാണ് ഇവർക്ക്. പിന്നെ ഒരു പേടിയും കൂടാതെ സന്തോഷത്തോടു കൂടി അവരെ സ്നേഹിക്കുന്നവരെ അവരെ തിരിച്ച് സ്നേഹിക്കാനും അതുപോലെ തന്നെ തിരിച്ച് സഹായങ്ങൾ ചെയ്യാനും ഉള്ള ഒരു മനസ്സോടു കൂടി അങ്ങോട്ട് മുന്നോട്ട് ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ മൗനരാഗത്തിൻ്റെ ക്ലൈമാക്സ് അടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഭാഗത്തോടൊക്കെ കൂടി അവർക്ക് നല്ല സന്തോഷ നിമിഷങ്ങളിലൂടെയൊക്കെയാണ് ഈ ഒരു കഥ അവസാനിക്കാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.